കുവൈറ്റിൽ തീപിടുത്തത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച ചങ്ങനാശ്ശേരി സ്വദേശികളുടെ സംസ്കാരം നടത്തി. ഷിബുവിനെയും ശ്രീഹരിയെയും ഒരു നോക്ക് കാണാനെത്തിയവർ ഹൃദയഭേദകമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇത്തിത്താന ഇളങ്കാവ് ദേവീക്ഷേത്രത്തിന് സമീപം കിഴക്കേടത്ത് പ്രദീപ് ദീപ ദമ്പതികളുടെ മകനാണ് 27 വയസ്സുള്ള ശ്രീഹരി. ജൂൺ 5-നായിരുന്നു ശ്രീഹരി കുവൈറ്റിലേക്ക് ജോലിക്കായി പോയത്. കേവലം ഒരാഴ്ച മാത്രമാണ് ശ്രീഹരി അവിടെ താമസിച്ചത്. അപ്പോഴാണ് ലോകത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ ദാരുണ സംഭവം. ശ്രീഹരിയുടെ പിതാവ് പ്രദീപും ഇതേ കമ്പനിയിലെ ജോലിക്കാരനാണ്. വെള്ളിയാഴ്ച എത്തിച്ച ശ്രീഹരിയുടെ മൃതദേഹം തുരുത്തി യൂദാപുരം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പിന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ശ്രീഹരിയെ ഒരു നോക്ക് കാണുവാനെത്തിയത്. ശ്രീഹരിയുടെ വീട്ടിലെത്തിയവരെല്ലാം ഹൃദയഭേദകമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ജോസ് കെ മാണി, MLA-മാരായ അഡ്വക്കേറ്റ് ജോവ് മൈക്കിൾ, CK ആശ, CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, കോൺഗ്രസ് നേതാക്കളായ നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ശ്രീഹരിയുടെ ഇത്തിത്താനത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടവും ഭവനത്തിലെത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ശ്രീഹരിയുടെ സഹോദരങ്ങളാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. കൂട്ടുകാരും നാട്ടുകാരും അവിടെ എത്തിയവരുമെല്ലാം നിറമിഴികളോടെ ആ രംഗങ്ങൾക്ക് സാക്ഷികളായി. അഗ്നിതവനെ മനസ്സിലാനിച്ച് എൻ്റെ ശങ്കരൻ്റെ ആത്മാവിനെ നേരായ വണ്ണം വിഷ്ണുലോകത്തേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ചിതയ്ക്ക് തീ കൊടുക്കുക. മോനിങ്ങോട്ട് വന്നേ. വിഷ്ണു ഭഗവാനെ മനസ്സിലാനിച്ച് ആത്മാവിനെ വിഷ്ണുഭഗവാനെ സ്വീകരിക്കണമേ എന്ന്. തീപിടുത്തത്തിൽ പൊലിഞ്ഞ പായിപ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ 38 വയസ്സുള്ള ഷിബു വർഗീസിന്റെ മൃതദേഹം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. തുടർന്ന് 11:30 മുതൽ ഇടവക പള്ളിയായ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. ഷിബുവിനെ ഒരു നോക്ക് കാണാൻ കൂട്ടുകാരും നാട്ടുകാരും വീട്ടിലേക്കും പള്ളിയിലേക്കും ഒഴുകിയെത്തുകയായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മാത്യു ടി തോമസ് MLA, മുൻ MLA-മാരായ ജോസഫ് M. പുതുശ്ശേരി, രാജു എബ്രഹാം, KC ജോസഫ്, ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് തുടങ്ങി നിരവധി പ്രമുഖർ ഷിബു വർഗീസിനും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് കൂർലോസ് സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴയുടെ വികസനത്തിന് കാലാവസ്ഥാ വ്യതിയാനം മുഖ്യ അജണ്ടയാക്കി പദ്ധതികൾ രൂപവത്കരിക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി സംഘടിപ്പിച്ച ശില്പശാലയിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ടൂറിസം മേഖലയുടെ വികസനത്തിന് AC കനാലിന്റെ ശുചീകരണം അനിവാര്യമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കളക്ടർ അലക്സ് വർഗീസ്. ജില്ലയുടെ വികസന സാധ്യതകൾ, പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഏറ്റെടുക്കേണ്ട മുൻഗണനാ പദ്ധതികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ ബിജു P. അലക്സ് മുഖ്യ വിഷയാവതരണം നടത്തി. അപ്പോൾ എന്താണ് നമുക്ക് പ്രളയത്തെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നത്? കുട്ടനാടിനെ പൂർണ്ണമായും ഇനി സമുദ്രനിരപ്പിൽ ഉയർത്തുക സാധ്യമാണ്. ദൈവം വിചാരിച്ചാൽ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? മനുഷ്യ സാധ്യമായിട്ടുള്ള മറ്റു സാധ്യത അതിനെന്ത് പരിപാടിയാണ് നിർവഹിക്കുന്നത്? പഞ്ചായത്തിൽ നിന്ന് മാത്രം വിചാരിച്ചാൽ കഴിയുന്ന ഒന്നാണ്. ജില്ലയിൽ മുഴുവനായി ഈ പറയുന്ന നിങ്ങളുടെ തലച്ചോറുകളെല്ലാം ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട ഒന്നല്ലേ? ഓരോരോ പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സവിശേഷമായി നടത്തേണ്ടതല്ലേ? സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. കാലാവസ്ഥയെ അതിജീവിക്കേണ്ടത് നമുക്ക് മാത്രമായിട്ട് കേരളത്തിൽ സമഗ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ പ്രതിരോധിക്കുന്നതിനെ സംബന്ധിച്ച് മാസ്റ്റർ പ്ലാനുള്ള സംസ്ഥാനമാണ് കേരളം. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാനുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മൾ വായിക്കാനും പഠിക്കാനും നമുക്ക് മിടുക്കന്മാരാണ്. ഇതുപോലുള്ള നിരവധി ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് അവസാനം പ്രോജക്റ്റായി അത് ചെയ്യേണ്ട കാര്യങ്ങളായി വരുമ്പോൾ. യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആമുഖ പ്രഭാഷണം ചെയ്തു. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ജില്ലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. J. ജോസഫൈൻ വികേന്ദ്രീകൃത ആസൂത്രണം സംബന്ധിച്ചും SS. നാഗേഷ് കൃഷി സംബന്ധിച്ചും ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PP. സംഗീത, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MB. അനിൽകുമാർ,
ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ ദീപ ശിവദാസൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. കോവിഡിന് ശേഷം മാന്ദ്യം ഒരു യാഥാർത്ഥ്യമാണെന്നും തൊഴിൽ നഷ്ടം വലിയൊരു പരിധിവരെ തടയാൻ സർക്കാരിന്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞെന്നും ബിജു പി അലക്സ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സങ്കീർണമാണ്. എന്നാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ വകുപ്പുകളും ചേർന്നാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുട്ടനാട്ടിൽ പ്രാദേശികമായ സവിശേഷ പ്രവർത്തനങ്ങളും പദ്ധതികളും വേണം. ജലബഹിർഗമന സംവിധാനം ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യണം. പ്രാദേശിക ജലസ്രോതസ്സുകളും തോടുകളും വൃത്തിയാക്കുന്നതിനുള്ള പദ്ധതികൾ അടിയന്തരമായി പഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അഭിപ്രായപ്പെട്ടു. വേമ്പനാട്ട് കായലിലെ പോള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെന്നും ഇക്കാര്യത്തിൽ സർവകലാശാലകളുടെ സാങ്കേതിക സഹകരണം തേടിവരികയാണെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ പറഞ്ഞു. ടൂറിസം മേഖലയുടെ വികസനത്തിന് AC കനാലിൻ്റെ ശുചീകരണം ഏറെ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ദുരന്ത നിവാരണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ വരുത്തിയ ശേഷമായിരിക്കണം കുട്ടനാട് ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലെ വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതെന്ന് ജെ ജോസഫൈൻ അഭിപ്രായപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുദ്ധജല വിതരണത്തിനും ജില്ല പ്രത്യേക താൽപ്പര്യം എടുക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. വിവിധ വകുപ്പുകൾ ഏകീകൃത സ്വഭാവത്തിൽ മുന്നോട്ടു പോകണമെന്നും യോഗം വിലയിരുത്തി. വികസന സാധ്യതകളെപ്പറ്റി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യോഗത്തിൽ ചർച്ച സംഘടിപ്പിച്ചിരുന്നു. പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കാൻ ചെലവായ തുകയെ ചൊല്ലി തർക്കം. എടത്വ ഗ്രാമപഞ്ചായത്ത് LDF അംഗങ്ങൾ പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധ സമരം നടത്തി. എടത്വ പഞ്ചായത്ത് 10-ാം വാർഡ് മുണ്ടുതോട് പാടത്തെ പക്ഷിപ്പനി ബാധിച്ച 22,000 താറാവുകളെ കൊന്നൊടുക്കാൻ 7,11,000 രൂപ ചെലവഴിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പഞ്ചായത്തിലെ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധ സമരം നടത്തിയത്. കൊടുപ്പുന്നയിൽ പക്ഷിപ്പനി ബാധിച്ച 7,854 താറാവുകളെ കൊന്നൊടുക്കാൻ 87,000 രൂപ മാത്രം ചെലവഴിച്ചെന്നിരിക്കെ 22,000 താറാവുകൾക്ക് 7 ലക്ഷത്തിലധികം രൂപ എങ്ങനെയായെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. കൊന്നൊടുക്കിയ ഇനത്തിൽ 20ഓളം തൊഴിലാളികൾക്ക് 1,04,000 രൂപ കൂലിയായി നൽകിയെന്നുള്ള കണക്കും വ്യാജമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊന്നൊടുക്കിയ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി ആരോപിച്ച് തുടർ സമരം നടത്താനും സംസ്ഥാന വിജിലൻസ് വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പരാതി നൽകാനും ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പഞ്ചായത്ത് പടിക്കൽ നടത്തിയ പ്രതിഷേധ സമരം CPIM ഏരിയ കമ്മിറ്റി അംഗം റെജി P. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്താരും കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് ഈ 10-12,000 രൂപ താറാവിനെ കോഴിയെല്ലാം കൂടെ ദഹിപ്പിക്കാൻ ഏതാണ്ട് 7 ലക്ഷം രൂപയുടെ അല്ല അതിൽ 5 ലക്ഷം രൂപ വിറകില്ല 5 ലക്ഷം രൂപ വിറവ് മേടിച്ച ഈ എടത്വ പഞ്ചായത്തിലെ മൊത്തം താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കിയാലും അതിനെ ദഹിപ്പിച്ചാലും അധികം വരുന്ന നിലയിലുള്ള സാധനം മേടിച്ച് കൂട്ടിയത് കളക്ടറുടെ ഒരു പ്രത്യേക ഉത്തരവിന്റെ മറവിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറിയും ചില ജീവനക്കാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ UDF-നെ അഴിമതി നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തതിന്റെ ഫലമായിട്ടാണ്. കാരണം ആ താറാവിനെയും കോഴിയെയും ജയിപ്പിക്കാൻ വേണ്ടി കോഴിമുക്ക് എത്ര പേര് ജോലിക്കാരുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതുപോലെ കൊടുപ്പിന്നയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അവർക്ക് 2,000 രൂപ വെച്ച് കൊടുത്താൽ പോലും 50,000 രൂപ ആകത്തില്ല. പക്ഷേ 1,07,000 രൂപയാണ് അതിന്റെ ചെലവ്. പഞ്ചായത്ത് അംഗം ബാബു മണ്ണാന്തുരുത്തിൽ അധ്യക്ഷനായിരുന്നു. പാർലമെന്ററി പാർട്ടി ലീഡർ ജീമോൻ ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ബെറ്റി ജോസഫ്, ബിജു മുളപ്പഞ്ചേരിൽ, വിനീത ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇടത് മുന്നണിയുടെയും BJPയുടെയും നുണപ്രചാരണങ്ങളെ അതിജീവിച്ചാണ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ UDF വിജയിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വിജയിച്ചതിന് നന്ദി പറഞ്ഞ് കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയാൽ പിന്നീട് ജനങ്ങളോട് നന്ദി പറയാൻ വൈകും എന്ന കാരണത്താലാണ് താൻ ഇപ്പോഴേ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് യോഗങ്ങളിൽ വ്യക്തമാക്കി. ഞായറാഴ്ച രാവിലെ നീലമ്പേരൂരിൽ നിന്നുമാണ് കൊടിക്കുന്നിൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ പര്യടനം ആരംഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJP ഒക്കെ ഉയർത്തിയ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവർ പറഞ്ഞ കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്നെ വിജയിപ്പിച്ച എനിക്കായി വോട്ട് രേഖപ്പെടുത്തിയ നീലമ്പേരൂർ മണ്ഡലത്തിലെ നീലമ്പേരൂർ പഞ്ചായത്തിലെ പ്രമുഖരായ വോട്ടർമാരോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നീലമ്പേരൂർ, കൈനടി, കാവാലം, വെളിയനാട്, കൈനഗരി, ചമ്പക്കുളം തുടങ്ങി എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചായിരുന്നു പര്യടനം.
കഴിഞ്ഞ 15 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ സമര പോരാട്ടങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് വിജയിക്കാൻ ചെയ്തത്. ഭൂരിപക്ഷം നമ്മൾക്ക് കുറഞ്ഞെങ്കിലും അതിന് പ്രശ്നമില്ല. കാരണം 6 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 2 പ്രാവശ്യവും വാരണാസിയിൽ വിജയിച്ചത്. ആ നരേന്ദ്രമോദി ഇപ്പോൾ 1,30,000 കിട്ടുള്ളൂ. അതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം എടത്വ ജംഗ്ഷനിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ UDF നേതാക്കളായ കെ ഗോപകുമാർ, ജോസ് കോയിപ്പള്ളി, PT സ്കറിയ, സജി ജോസഫ്, ജോസഫ് ചേക്കോടൻ, ജോർജ് മാത്യു പഞ്ഞിമരം, മിനി മന്മഥൻ നായർ, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ തുടങ്ങിയവർ കൊടിക്കുന്നിൽ സുരേഷിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ കൈനഗിരി പഞ്ചായത്തിലെ കിഴക്കൻ പ്രദേശത്ത് ശുദ്ധജലം വിതരണം ചെയ്ത് BJP പ്രവർത്തകർ. 2-3 വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കുടിവെള്ള വിതരണം. BJP കൈനഗിരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CL ലജിമോൻ, PR മനോജ്, സുനീഷ് പ്രക്കോലിത്തറ, ബാബു കുട്ടങ്കരി, അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈനഗിരിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ NK നാരായണൻ വിദ്യാഭ്യാസ സഹായ പദ്ധതി പ്രകാരമുള്ള സഹായ വിതരണം കഴിഞ്ഞ ദിവസം നടത്തി. മികച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുദേവ സന്ദേശം ഉൾക്കൊണ്ട് മുൻ യൂണിയൻ പ്രസിഡന്റ് NK നാരായണന്റെ നാമധേയത്തിൽ അമ്പലപ്പുഴ SNDP യൂണിയൻ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതി 7ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200ഓളം വിദ്യാർത്ഥികൾക്കാണ് വർഷം തോറും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നാഗരേഷ് നിർവഹിച്ചു. ഗുരുദേവൻ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ക്ഷാമമുള്ള ഒരു രാജ്യമല്ല ഭാരതം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശങ്കരാചാര്യ സ്വാമികൾ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി നിന്നു. രാജാറാം മോഹൻ റായ് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി നിന്നു. മഹാത്മാഗാന്ധി, മദർ തെരേസ, അങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ, അരവിന്ദോ, അങ്ങനെ നിരവധി ആളുകൾ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ നിലയിൽ, നല്ല നിലയിൽ നിൽക്കുന്നത്. പക്ഷെ ആ സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്നും ഗുരുദേവൻ തികച്ചും വ്യത്യസ്തനാണ്. എന്താണ് ആ വ്യത്യാസം? ഗുരുദേവൻ ആ പറഞ്ഞ ആദർശങ്ങൾ, ആ ഉപദേശങ്ങൾ നടപ്പാക്കി സമൂഹത്തിൽ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ നടപ്പാക്കിയ, അദ്ദേഹം നടപ്പാക്കിയത് മാത്രമല്ല, സമൂഹം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ആ ആദർശങ്ങളുടെ, ഗുരുദേവന്റെ വചനങ്ങൾ വിജയിച്ചു കണ്ട ഒരു പക്ഷേ മറ്റു സാമൂഹ്യ പരിഷ്കർത്താക്കൾ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തോണ്ടംകുളങ്ങര ഉടുപ്പി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ SD കോളേജ് മാനേജർ കൃഷ്ണകുമാർ വിദ്യാഭ്യാസ സഹായ വിതരണം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, ആലപ്പുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R വിനീത, വിദ്യാഭ്യാസ സമിതി ഭാരവാഹികളായ AK രംഗരാജൻ, K ഭാസി, VR വിദ്യാധരൻ, G രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന VA ജോസഫ് വാരിക്കാടിന്റെ 1ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും പുന്നക്കുന്നത്തുശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി ഒരുപോലെ പ്രവർത്തിച്ച മാതൃകാ വ്യക്തിത്വമായിരുന്നു VA ജോസഫ് എന്ന് മാർ ജോസഫ് പെരുന്തോട്ടം അനുസ്മരിച്ചു. ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, നാട്ടുകാരെല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, അതുപോലെ നാടിനെ സ്നേഹിച്ച ഒരു നല്ല മനുഷ്യൻ്റെ ഓർമ്മ പേരിച്ച എന്ന് വിളിക്കുന്ന ആ സഹോദരൻ്റെ വരിക്കാട്ട് നമ്മുടെ ആ മരണമടഞ്ഞ ആ സഹോദരൻ്റെ ഓർമ്മയാണല്ലോ നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ ഇതുപോലെ ആചരിക്കുവാൻ പ്രത്യേകമായി താല്പര്യമെടുത്ത
കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മകൻ ദയാലുവിനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. കാരണം മാതാപിതാക്കളെ ആദരിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക, അവരുടെ നല്ല ഗുണങ്ങൾ, അവരെ കാണിച്ചു വന്ന നല്ല മാതൃകകൾ അനുസ്മരിക്കുവാനുള്ള അവസരം, അതിനെ അനുകരിക്കുവാനുള്ള ഒരു പ്രചോദനം, അതൊക്കെ ഇതുപോലുള്ള അനുസ്മരണത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അനുസ്മരണ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ മാത്യു തെക്കേടം അധ്യക്ഷനായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ സമ്മേളനത്തിൽ ആദരിച്ചു. പുന്നക്കുന്നത്തുശ്ശേരി മേരി മാതാ സ്കൂളിലെ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്കുള്ള VA ജോസഫ് പുരസ്കാരം സ്കൂൾ മാനേജ്മെൻറ്റ് സമ്മേളനത്തിൽ ഏറ്റുവാങ്ങി. നിയുക്ത MP ഫ്രാൻസിസ് ജോർജ്, MLA മാരായ മാണി സി കാപ്പൻ, അഡ്വക്കേറ്റ് ജോ മൈക്കിൾ, ഫാദർ ടോണി മണിയഞ്ചിറ, ഫാദർ ജോച്ചൻ കുറുപ്പശ്ശേരി CMI തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. പത്തനംതിട്ട കാപ്പിൽ നാനോ ആർക്കേഡ് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ ഉദ്ഘാടനം ചെയ്തു. അവർ നാടിന് നൽകിയ മഹത്തായ സംഭാവനകളെ ആദരപൂർവം നമിക്കുന്നു. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുതിർന്ന പൗരന്മാരെ നോവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. മുതിർന്ന പൗരന്മാർക്കെതിരെയുള്ള ചൂഷണവും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നതിനും വയോജനങ്ങൾക്ക് സൗഹൃദപരമായ അന്തരീക്ഷം ഭാവിയിൽ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനും ഏറെ സഹായകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബീന പ്രഭ അഭിപ്രായപ്പെട്ടു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കാത്ത വരുന്ന സാഹചര്യമൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു ഇതാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലെ എന്താണ് ബഹുമാനം, അല്ലെ എന്താണ് ഒരാളെ അംഗീകരിച്ച് അല്ലെ വീട്ടിലുള്ള മാതാപിതാക്കളോട് സ്നേഹം പങ്കുവെക്കേണ്ടത് എന്ന് സ്വന്തമായിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെ വരുന്ന ദിവസങ്ങളിലെ ഓരോ പരിപാടി കൊണ്ടോ ഒന്നും ഇത് മാറിയെടുക്കത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഒരു വീട്ടിലെങ്കിലും അത് അത്തരത്തിൽ മാറാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നടത്തുന്ന ക്ലാസ്സുകൾ അവിടെ കാര്യം നമുക്കിതിന്റെ നിയമോപദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇവിടെ നൽകാൻ ആളുകളുണ്ട്. അല്ലെ അങ്ങനെ പോകുന്നതിനേക്കാളും ഈ സ്വയം നമ്മുടെ വീടുകൾ നന്നാക്കി എടുക്കുവാനുള്ള ഒരു പ്രയത്നം കൂടി ആവണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ദിനാചരണത്തിന്റെ ഭാഗമായി വയോജന സംരക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ വിശദാംശം ഉൾപ്പെടുത്തിയ സാമൂഹ്യനീതി വകുപ്പിന്റെ പോസ്റ്റർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ജെ ഷംല ബീഗം, ജില്ലയിലെ വയോജന കമ്മിറ്റി മെമ്പർമാരായ ബി ഹരികുമാർ, VR ബാലകൃഷ്ണൻ, പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസർ G സന്തോഷ്, വയോമിത്രം ജില്ലാ കോർഡിനേറ്റർ AL പ്രീത, മൗണ്ട് സിയോൺ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആതിര രാജ് എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോം സൂപ്രണ്ട് OS മീന, അഡ്വക്കേറ്റ് ശ്രീജിത്ത് സോമശേഖരൻ, ആര്യ ദേവി, S ആശ എന്നിവർ വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നയിച്ചു. ജീവൻ രക്ഷകരായ ബസ് ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരവ്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയിലേക്കുള്ള യാത്രാമധ്യേ മാന്നാർ ഭാഗത്ത് വെച്ച് ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായ ജീവനക്കാർക്കാണ് മാവേലിക്കര സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. മുഴങ്ങോടിയിൽ ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു, രഞ്ജിത്ത് എന്നിവരെയാണ് മാവേലിക്കര സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്നും തിരുവല്ലയ്ക്ക് യാത്ര ചെയ്ത യുവതി മാന്നാർ കോയിക്കൽ ജംഗ്ഷനിലെത്തിയപ്പോൾ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കണ്ട് സഹയാത്രക്കാർ CPR ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ബസ് ഡ്രൈവർ വിഷ്ണുവും കണ്ടക്ടറായ രഞ്ജിത്തും ചേർന്ന് യുവതിയെ ആ ബസ്സിൽ തന്നെ പരുമല ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൃത്യസമയത്ത് ആവശ്യമായ ചികിത്സ നൽകിയതിനാലാണ് ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച വിഷ്ണുവിനെയും രഞ്ജിത്തിനെയും മാവേലിക്കര ജോയിന്റ് RTO MG മനോജ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇന്നും നമ്മൾ എപ്പോഴും പല പരാതികളും ഒക്കെ വരുമ്പോഴും ഇവരിൽ നന്മകളുണ്ടെന്നുള്ള തിരിച്ചറിയാൻ മാവേലിക്കരയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി അതിൽ അവർ ഭാഗമാക്കായെന്നുള്ള ഒരു അതിൽ കൂടി അവർ സമൂഹത്തിന് നല്ലൊരു സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ്. ചടങ്ങിൽ മാവേലിക്കര RT ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KS പ്രമോദ്,
അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എസ് ഹരികുമാർ, ജി ദിനൂപ്, എൻ പ്രസന്നകുമാർ എന്നിവരും പങ്കെടുത്തു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ, സെക്രട്ടറി കെ എം പൊന്നപ്പൻ, സംസ്ഥാന ഭാരവാഹിയായ സാബു കടുകോയിക്കൽ, മുഴുങ്ങോടിയിൽ അനിൽ എന്നിവരുടെ നേതൃത്വത്തിലും ജീവനക്കാർക്ക് ആദരവ് നൽകി. തലവടിയിൽ വീണ്ടും മോഷണവും മോഷണ ശ്രമവും. ആൾതാമസമില്ലാത്ത വീട്ടിലെ അലമാര കുത്തിത്തുറന്ന് 4 പവൻ സ്വർണം കവർന്നു. തലവടി ആനപ്രമ്പാൽ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ പള്ളിയിലും സമീപത്തെ ആൾതാമസമില്ലാത്ത വീട്ടിലുമാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. വീടിന്റെ പ്രധാന വാതിൽ അരകല്ലിന്റെ കുഴവി ഉപയോഗിച്ച് ഇടിച്ചു തുറന്ന് അകത്ത് കിടന്ന മോഷ്ടാവ് അലമാര കുത്തി തുറന്നാണ് 4 പവൻ സ്വർണം കവർന്നത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീട്ടുകാർ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. മോഷണം നടന്ന തലേദിവസം വീട്ടുകാർ വീട് വൃത്തിയാക്കിയ ശേഷം പോയതാണ്. ഇവാഞ്ചലിക്കൽ പള്ളിയുടെ പ്രധാന വാതിലിന്റെ പൂട്ട് തല്ലി തുറന്ന് അകത്ത് കിടന്ന മോഷ്ടാവ് മേശയും അലമാരയും കുത്തി തുറന്നിട്ട നിലയിലാണ്. പള്ളിയിൽ പണമോ മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളോ സൂക്ഷിക്കാത്തതിനാൽ മോഷണം പോയിട്ടില്ല. പള്ളി അധികൃതരും വീട്ടുകാരും എടത്വ പോലീസിൽ പരാതി നൽകി. ആലപ്പുഴയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. പോലീസ് നായ പള്ളിക്ക് മുൻപിലെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ 500 മീറ്ററോളം ഓടിയ ശേഷം ഇടവഴിയിലൂടെ പട്ടരപ്പറമ്പ് പുരയിടത്തിൽ ചെന്നു നിന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ആനപ്രമ്പൽ തെക്ക് നിത്യസഹായ മാതാ മലങ്കര കാത്തലിക് ചാപ്പലിലും കുരിശടിയിലും മോഷണം നടന്നത്. കുരിശടിയിലെ മാതാവിന്റെ തിരുരൂപത്തിലും ചാപ്പലിനുള്ളിലെ ബക്കറ്റിലും സൂക്ഷിച്ചിരുന്ന നോട്ടുമാലകൾ മോഷണം പോയിരുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിന് പിന്നാലെയാണ് തലവടി കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണവും മോഷണ ശ്രമവും നടന്നത്. എടത്വ CI മിഥുൻ, SI സജികുമാർ, വിരലടയാള വിദഗ്ധൻ അപ്പുക്കുട്ടൻ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. SDPI ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാന്നാർ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ SDPI കൊല്ലം ജില്ലാ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 3, 4, 5 ഘട്ടത്തിൽ എത്തുമ്പോൾ വീണ്ടും നരേന്ദ്രമോദി കടന്നു വന്നാൽ നമ്മളതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് പ്രതികാരങ്ങൾക്ക് ഇരയാകുമോ എന്ന ചിന്ത നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് തെരുവിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ മുട്ടി ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ സാധിച്ചു. അതാണ് നമ്മുടെ പൊളിറ്റിക്സ്. രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നാളെയുടെ രാഷ്ട്രീയ ബദലാണ്. ഇതൊരു തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല. അവർക്ക് പകരം ഇവരെന്ന നിലയിലുള്ള താൽക്കാലികമായ മാറ്റവുമല്ല. സമ്പൂർണമായി രാജ്യത്ത് വിഷപ്പില്ലാത്ത ഭയമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവും. SDPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി വിഷയാവതരണം നടത്തി. ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാന്നാർ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ്, ജോയിന്റ് സെക്രട്ടറി അനീസ് നാഥൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി വളയിട്ട കൈകളിൽ ഒരുക്കിയ മൈലാഞ്ചിയിടൽ മത്സരം ശ്രദ്ധേയമായി. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 10ാം വാർഡ് വനിതാ ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുഞ്ചുള്ള മൈലാഞ്ചി മത്സരം സംഘടിപ്പിച്ചത്. നിരവധി പേരാണ് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തത്. കൈത്തണ്ടയിൽ മനോഹരങ്ങളായ രൂപങ്ങളാണ് മത്സരാർത്ഥികൾ മൈലാഞ്ചി കൊണ്ട് വരച്ചു ചേർത്തത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷവും ഞങ്ങൾ മുഞ്ചുള്ള മൈലാഞ്ചി എന്ന പരിപാടി നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷവും ബലിപെരുന്നാളിന് മുന്നോടിയായിട്ട് ഞങ്ങൾ മത്സരം നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 25ഓളം പേരുണ്ടായിരുന്നു. ഇപ്രാവശ്യവും 25-30ഓളം പേര് രജിസ്റ്റർ ചെയ്തതാണ്. അത് സാഹചര്യം ഇപ്പോൾ ഈ പനിയും മറ്റുമൊക്കെ ഉള്ള സാഹചര്യം ആയതുകൊണ്ടാണ് ആളുകൾ കുറഞ്ഞത്. 15 പേരോളം മത്സരാർത്ഥികളുണ്ട്. പിന്നെ നമ്മളുടെ സംഘാടകർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് ഇതിന് മുന്നിൽ നിന്ന് ഞങ്ങളുടെ വനിതാ ലീഗിന് കൂടുതലും പ്രോത്സാഹനം നൽകുന്നത്. പള്ളിവെളിക്ക് സമീപം നടന്ന പരിപാടി വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന നവാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സിമി സലാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലിബി, വൈസ് പ്രസിഡന്റ് ഹസീന അമാൻ, താഹിറ, ബീന കൊച്ചുവാവ, സൂഫി സാലി, സജിന ജമാൽ, ഷാഹിദ എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.